അസൈലം ലേണിംഗ് അമൃത മിസ് ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് കാലമായി കണ്ടിട്ടല്ലേ. അപ്പോൾ മക്കളെ, നിങ്ങൾക്ക് എല്ലാവരും എന്താ പറയുക, ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു ചാപ്റ്ററാണ് വർക്കിംഗ് വിത്ത് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത്. ആക്ച്വലി ഈ ഒരു ചാപ്റ്റർ വളരെ സിമ്പിൾ ആണെടാ. ഫ്രാക്ഷൻസിന്റെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആക്ടിവിറ്റി. ഈ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ചാപ്റ്ററിലെ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഫ്രാക്ഷൻസ് തറോ ആക്കാനായിട്ട് പറ്റും. ചോദ്യം ഇങ്ങനെയാണ്, മൾട്ടിപ്ലൈ ആൻഡ് ദെൻ കൺവേർട്ട് ഇൻ ടു മിക്സ്ഡ് ഫ്രാക്ഷൻസ്. ഈ താഴെ തന്നിരിക്കുന്ന ആൾക്കാരെ നിങ്ങൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം, എന്നിട്ട് എന്ത് ചെയ്യണം, കൺവേർട്ട് ഇൻ ടു മിക്സ്ഡ് ഫ്രാക്ഷൻസ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എടുത്തിട്ട് തന്നെ തുടങ്ങാം. 7 × 3/5. ഇവിടെ നോക്കുക, 7 × 3/5. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഫ്രാക്ഷൻസ് ചെയ്യുന്ന നിങ്ങൾ ആലോചിക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സാധനം എന്ന് പറയുന്നത്. ഈവൻ ഡിവിഷനും അഡിഷനും സബ്ട്രാക്ഷനാണ് പിന്നെയും നമ്മളെ നമ്മളെ കഷ്ടപ്പെടുത്തുന്നത്. മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും ഭയങ്കര സിമ്പിളാണ്. ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, മുകളിലുള്ള ആൾക്കാരെ മൾട്ടിപ്ലൈ ചെയ്യുക, താഴെയുള്ള ആൾക്കാരെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, മിസ്സേ ഓക്കെ 7 × 3 ഫൈൻ, മുകളിലുള്ള ആൾക്കാരെ മൾട്ടിപ്ലൈ ചെയ്യാം, പക്ഷെ താഴത്ത് ആരും ഇല്ലല്ലോ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. ഇവിടെ നോക്കുക, നമ്മൾ ചുമ്മാ ഒരു നമ്പർ എഴുതുവാണെന്ന് വിചാരിക്കുക. ചുമ്മാ ഞാനൊരു നമ്പർ എഴുതി 7. അതിന്റെ മീനിങ് എന്താണെന്നറിയോ, 7/1 എന്നാണ്. ഞാൻ വെറുതെ 7 എന്ന് എഴുതിയാൽ അതിനർത്ഥം 7/1 ആണ്. ഇനി ഞാൻ വെറുതെ 100 എന്ന് എഴുതിയാൽ അതിനർത്ഥം 100/1 എന്നാണ്. ഞാൻ വെറുതെ 2 എന്ന് എഴുതിയാൽ 2/1 എന്നാണ്. ഈ /1 എല്ലായിടത്തും ഉണ്ട്, പക്ഷെ നമ്മൾ പറയുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ഇവിടെ ഞാൻ ചുമ്മാ 7 എന്ന് എഴുതിയാൽ അതിനർത്ഥം എന്താണ്, 7/1 എന്നാണ്. ഇനി നിങ്ങൾക്കറിയാം, മുകളിലുള്ള ആൾക്കാരെ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ, മുകളിലുള്ള ആൾക്കാരെ മൾട്ടിപ്ലൈ ചെയ്യുക, അതേപോലെ താഴെയുള്ള ആൾക്കാരെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ മുകളിലുള്ള ആൾക്കാരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 7 × 3 എന്ന് കിട്ടും. താഴെയുള്ള ആൾക്കാരെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴോ 1 × 5 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ എന്ത് വരും, 7 × 3 21/5. ഇതുവരെ ക്ലിയർ ആണേ? സിമ്പിൾ ആണ്. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ മുകളിലുള്ള ആൾക്കാരെ മൾട്ടിപ്ലൈ ചെയ്യുക, താഴെയുള്ള ആൾക്കാരെ മൾട്ടിപ്ലൈ ചെയ്യുക, ഉത്തരം കിട്ടിയിടാം. ഇനി തന്നിരിക്കുന്ന ഈ ആൻസറിന്, അതായത് 21/2 എന്ന് പറയുന്ന ഇയാളെ നമ്മൾ എന്ത് ചെയ്യണം, ഈ 21/5 എന്ന് പറയുന്ന ഇയാളെ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കണം. ഓക്കെ, മിക്സ്ഡ് ഫ്രാക്ഷൻ എങ്ങനെ ആക്കുക, അതിനൊറ്റ കണ്ടീഷനേ ഉള്ളൂ. നിങ്ങൾ നോക്കേണ്ടത് മുകളിലുള്ള ആൾ വലുതാണോ എന്ന് നോക്കുക. മുകളിലുള്ള നമ്പർ വലുതാണ്, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അയാളെ സൈഡിലേക്ക് എഴുതുക 21/5. 21/5. ഇനി എന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്കറിയാം 4 5s are 20, റിമൈൻഡർ 1. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നിങ്ങൾ എഴുതേണ്ടത് ഇവിടെയുള്ള ആളെയാണ്. 4നെ നമ്മൾ ആദ്യം എഴുതുന്നു, 4. രണ്ടാമത് നിങ്ങൾ എഴുതേണ്ടത് ഇവിടെയുള്ള ആളെയാണ്, 1 ഡിവൈഡഡ് ബൈ താഴത്ത് നിങ്ങൾ എഴുതേണ്ടത് ഏറ്റവും ലാസ്റ്റ് ഇയാളെയാണ്, 5. ഇതാണ് ഫൈനൽ ആൻസർ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുക, 21/5 ചെയ്യുക, സാധാരണ പോലെ 21/5 ചെയ്യുക. ഇവിടെ കിട്ടുന്ന കോഷ്യന്റ് ആദ്യം എഴുതുക, ഇവിടെ കിട്ടുന്ന റിമൈൻഡർ രണ്ടാമത് എഴുതുക, ഇവിടെയുള്ള ഡിവൈസർ ഇവിടെ എഴുതുക. കഴിഞ്ഞു, ആൻസറായി 4/1/5. ഇത്ര സിമ്പിളാണ്. ഇനി അടുത്ത് നോക്കിയേ, 4 × 1/3. ഇനി നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എടാ ആദ്യം എന്ത് ചെയ്യുക, 4 × 1 ചെയ്യുക, താഴെ 1 × 3 ചെയ്യുക. 4 × 1 4, 1 × 3 3. 4/3 ചെയ്യുക, 4/3. 1 3s are 3, 1. അപ്പൊ എന്ത് ഒരു ഉത്തരം, 1 ആദ്യത്തെ ആൾ എഴുതി, റിമൈൻഡർ എഴുതി, ഡിവൈസർ എഴുതി, 1/3 എന്ന ആൻസർ. സിമ്പിളാണ്. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ 2 ചോദ്യങ്ങളുടെ ഉത്തരം ഇനി ഞാൻ ചെയ്യുന്നില്ല, കാരണം സെയിം സാധനം തന്നെയാണ് പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം എത്ര പേർക്ക് ഇതിന്റെ ഉത്തരം ശരിയായിട്ട് കിട്ടുന്നുണ്ട്. ഈ 2 ചോദ്യങ്ങളും ചെയ്തിട്ട് ഇതിന്റെ കറക്റ്റ് ആൻസർ എന്താണെന്നുള്ളത് എന്ത് ചെയ്യുക, താഴത്ത് കമന്റ് ആയിട്ട് പറയാം. അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫിക്കൽട്ടീസോ എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുള്ള ഏതെങ്കിലും ടോപ്പിക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതുകൂടി എന്ത് ചെയ്യുക, താഴത്ത് കമന്റ് ആയിട്ട് പറയാം. നമുക്കതൊക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യാം, വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് ചാനൽ ഫോളോ ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത്, മീൻസ് പഠിത്തത്തിൽ കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഈ മാത്സിൽ എന്തൊക്കെയാണ് ഡിഫിക്കൽട്ടീസ് ഉള്ളതെന്നൊക്കെ ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് പഠിക്കാം. സോ സ്റ്റേ ട്യൂൺ, ബൈ ബൈ.